സമുദ്രത്തെ വിറപ്പിച്ചുകൊണ്ട് കടന്നുവരുന്ന കപ്പൽ പടകൾക്കും ആകാശത്ത് ഇടിമുഴക്കം സൃഷ്ടിക്കുന്ന പോർ വിമാനങ്ങൾക്കും ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ തോൽപ്പിക്കാനാവില്ലെന്ന ചരിത്രം വീണ്ടും തെളിയിക്കാൻ പോവുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാസീവ് ആർമാഡ എന്ന് വിശേഷിപ്പിച്ച ആ സൈനിക വ്യൂഹം ലക്ഷ്യം വെക്കുന്നത് കേവലം ഒരു ഭൂപ്രദേശത്തെയല്ല, മറിച്ച് ഏഷ്യയുടെ നെഞ്ചുറപ്പുള്ള പ്രതിരോധത്തെയാണ്. ലോക പോലീസുകാരന്റെ വേഷമണിഞ്ഞ് മറ്റുള്ളവരുടെ പരമാധികാരത്തിന് മേൽ കൈവയ്ക്കുന്ന അമേരിക്കൻ ഭരണകൂടം ഒരു കാര്യം മറന്നു പോകുന്നു. ഇത് വെറും ഒരു മണ്ണല്ല, പേർഷ്യൻ പോരാളികളുടെ ചോര വീണ മണ്ണാണ്. ട്രംപിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലെ അക്ഷരങ്ങൾ യുദ്ധക്കൊതിയുടേതാവാം, എന്നാൽ ആ ഭീഷണികളെ കടലിൽ മുക്കിക്കൊല്ലാൻ ഇറാന്റെ മിസൈൽ കരുത്തിന് മിനിറ്റുകൾ മതിയാകും. ഇറാഖിലെയോ അഫ്ഗാനിസ്ഥാനിലെയോ പോലെ ഒരു പരീക്ഷണമല്ല ഇത്. ഇറാനെ തൊട്ടാൽ ആ കൈകൾ പിന്നീട് യുദ്ധം ചെയ്യാൻ ബാക്കിയുണ്ടാവില്ല. ഇറാനെ ലക്ഷ്യമാക്കി അതിശക്തമായ ഒരു നാവികപ്പട അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കാൻ അവർ സജ്ജരാണെന്നും ട്രംപ് പ്രഖ്യാപിച്ചത്. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു കരാറിലെത്താൻ ഇനി അധികം സമയമില്ലെന്നും സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ട്രംപ് പോസ്റ്റിലൂടെ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ എബ്രഹാം ലിങ്കൺ എന്ന ഭീമൻ വിമാനവാഹിനി കപ്പൽ പേർഷ്യൻ കടലിലേക്ക് നങ്കൂരമിടാൻ വരുമ്പോൾ അതിനെ സ്വീകരിക്കാൻ പൂച്ചെണ്ടുകളുമായിട്ടല്ല, മറിച്ച് സാമ്രാജ്യത്വത്തിന്റെ അന്ത്യം കുറിക്കാനുള്ള മിസൈലുകളുമായിട്ടാണ് ഇറാൻ കാത്തിരിക്കുന്നത്. ട്രംപിന്റെ ഓരോ വാക്കിനും ഇറാൻ മറുപടി നൽകുന്നത് മുൻപെങ്ങുമില്ലാത്ത തരം തിരിച്ചടിയെന്ന വാഗ്ദാനത്തിലൂടെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഉയർത്തുന്ന ഗ്രേറ്റ് അർമാഡ എന്ന ഭീഷണി വെറും പൊള്ളയായ ഒരു അഹങ്കാരത്തിന്റെ പ്രതിഫലനം മാത്രമാണ്. ലോകമെമ്പാടും സൈനിക താവളങ്ങൾ സ്ഥാപിച്ച് മറ്റു രാജ്യങ്ങളുടെ സ്വയം ഭരണാധികാരത്തെ തകർക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയുടെ പഴയ തന്ത്രങ്ങൾ ഇറാനിൽ ഫലിക്കില്ല. വിമാനവാഹിനി കപ്പലുകളുടെ വലിപ്പം കണ്ട് ഭയപ്പെടുന്ന ഒരു ജനതയല്ല പേർഷ്യയിലുള്ളത്, മറിച്ച് പതിറ്റാണ്ടുകളായി തങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ച അനീതി നിറഞ്ഞ ഉപരോധങ്ങളെയും സാമ്പത്തിക യുദ്ധത്തെയും നെഞ്ചുറപ്പോടെ നേരിട്ടവരാണവർ. ട്രംപിന്റെ ഈ നീക്കം സമാധാനത്തിനുള്ള പാതയല്ല, മറിച്ച് ലോകത്തെ ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ വക്കിലേക്ക് തള്ളിവിടാനുള്ള വിവേകശൂന്യമായ തീരുമാനമാണ്. USS എബ്രഹാം ലിങ്കൺ പേർഷ്യൻ കടലിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ നേരിടേണ്ടി വരുന്നത് ലോകത്തിലെ ഏറ്റവും അപകടകരമായ പ്രതിരോധ വ്യൂഹത്തെയാണ്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ കൈകളിലാണ്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ നട്ടെല്ലായ ഈ പാതയിൽ ഒരു ചെറിയ വിള്ളൽ വീണാൽ പോലും അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും സാമ്പത്തിക അടിത്തറ തകരും. അത്യാധുനികമായ ഡ്രോണുകളും സമുദ്രത്തിനടിയിലൂടെ നിശബ്ദമായി സഞ്ചരിക്കുന്ന ടോർപിഡോകളും ലക്ഷ്യം തെറ്റാതെ ക്രൂയിസ് മിസൈലുകളും കൊണ്ട് ഇറാൻ പടുത്തുയർത്തിയ ഈ പ്രതിരോധ കോട്ടയെ മറികടക്കാൻ ഏതൊരു അർമാഡയ്ക്കും കഴിയില്ല. ഇറാൻ ഒറ്റയ്ക്കല്ല എന്ന യാഥാർത്ഥ്യം അമേരിക്കൻ ഭരണകൂടം പലപ്പോഴും വിസ്മരിക്കുന്നു. പശ്ചിമേഷ്യയിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്ന ഇറാന്റെ സഖ്യശക്തികൾ അമേരിക്കയുടെ ഏതൊരു നീക്കത്തിനും എപ്പോൾ മറുപടി നൽകാൻ തയ്യാറാണ്. ലെബനൻ മുതൽ യമൻ വരെ നീളുന്ന ഈ സുരക്ഷാ വലയം തകർക്കാൻ കേവലം ഒരു കപ്പൽപ്പടയ്ക്ക് കഴിയില്ല. ഇറാന് നേരെയുള്ള ഒരു വെടിയുണ്ട പോലും പശ്ചിമേഷ്യയിലെ മുഴുവൻ അമേരിക്കൻ താവളങ്ങൾക്കും അന്ത്യം കുറിക്കുന്ന പ്രഹരമായി മാറും. ഈ പോരാട്ടം കേവലം ആയുധങ്ങൾ തമ്മിലുള്ളതല്ല, മറിച്ച് ആദർശങ്ങൾ തമ്മിലുള്ളതാണ്. സ്വന്തം രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കാനും വിഭവങ്ങൾ പിടിച്ചെടുക്കാനും വരുന്ന വിദേശ ശക്തികൾക്കെതിരെ ഇറാന്റെ ഓരോ പൗരനും ഒരു പോരാളിയാണ്. ട്രംപിന്റെ ഭീഷണികൾ ഇറാനിലെ ജനങ്ങളെ ഭയപ്പെടുത്തുന്നതിനു പകരം അവരെ കൂടുതൽ ഒന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സാമ്രാജ്യത്വത്തിന്റെ അഹങ്കാരത്തിന് പേർഷ്യൻ മണ്ണിൽ അന്ത്യമുണ്ടാക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനം ലോകത്തിലെ പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ രാഷ്ട്രങ്ങൾക്കും ഒരു ആവേശമാണ്. ട്രംപിന്റെ അർമാഡ പേർഷ്യൻ കടലിലെ ഉപ്പുവെള്ളത്തിൽ നങ്കൂരമിടുമ്പോൾ അവർ കാണേണ്ടത് തീരത്ത് കാവൽ നിൽക്കുന്ന ലക്ഷക്കണക്കിന് പോരാളികളെയാണ്. ഇറാന്റെ പ്രതിരോധ മതിൽക്കെട്ടുകൾ കേവലം കോൺക്രീറ്റുകൾ കൊണ്ട് നിർമ്മിച്ചതല്ല, മറിച്ച് സാമ്രാജ്യത്വ വിരുദ്ധതയുടെ കരുത്തുകൊണ്ട് പടുത്തുയർത്തിയതാണ്. സമുദ്രത്തിനടിയിലെ നിശബ്ദ വേട്ടക്കാരായ സബ്മറൈനുകളും ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന അത്യാധുനിക ഡ്രോണുകളും കടൽ തീരത്ത് വിന്യസിച്ചിരിക്കുന്ന മിസൈൽ യൂണിറ്റുകളും അമേരിക്കയുടെ ഓരോ ചലനവും നിരീക്ഷിക്കുന്നു. ആക്രമണം നടത്തിയാൽ തിരിച്ചടി നൽകുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ് ലോകം ഗൗരവത്തോടെയാണ് കാണുന്നത്. അമേരിക്കൻ സൈനികർക്ക് തിരിച്ചു കയറാൻ മണ്ണുണ്ടാകില്ലെന്ന യാഥാർത്ഥ്യം വൈറ്റ് ഹൗസ് തിരിച്ചറിയണം. യുദ്ധമാർക്കും ഗുണകരമാവില്ല, എന്നാൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന യുദ്ധങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞോടാൻ ഇറാൻ തയ്യാറല്ല. ട്രംപിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്കും ഭീഷണി മുഴക്കുന്ന കപ്പൽ പടകൾക്കും പേർഷ്യൻ ജനതയുടെ നിശ്ചയദാർഢ്യത്തെ തകർക്കാൻ കഴിയില്ല. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ആ മഹാപ്രതിരോധത്തിലേക്കാണ്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾക്ക് പകരം യുദ്ധത്തിന്റെ കഴുകന്മാരെ അയക്കുന്നവർ ഓർക്കുക, ഹിന്ദുക്കുഷ് പർവ്വത നിരകളിലും വിയറ്റ്നാമിലെ ചതുപ്പുനിലങ്ങളിലും നിങ്ങൾക്ക് പിണഞ്ഞ അതേ പിഴവ് പേർഷ്യൻ മണ്ണിലും കാത്തിരിക്കുന്നുണ്ട്. നീതി ഇറാന്റെ പക്ഷത്താണ്, വിജയം പോരാടുന്നവന്റേതാണെന്നും വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.